ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഷ്ടം പോലെ, അതായത് നിറയെ പൂക്കുന്ന ചെടികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കാലമാണ്. നിറയെ മിക്ക ചെടികളും പൂക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു മാസക്കാലം നിറയെ പൂക്കുന്ന ചെടികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ലിൻസീസ് ലിങ്കിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ജസ്റ്റ് ഒരു ഹായ് ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഈ ഒരു മാസക്കാലം ഒക്ടോബർ മുതലേ ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബൊഗെയിൻവില്ലാസ്. അപ്പോൾ ഏറ്റവും നല്ലപോലെ പൂക്കുന്ന ചെടി ഡിസംബറിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് പറയാം ബൊഗെയിൻവില്ല. ഇപ്പം തന്നെ ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി മാർച്ച് വരെ നല്ല രീതിയിൽ പൂക്കുന്ന ചെടിയാണ് ബൊഗെയിൻവില്ല. അപ്പോൾ ബൊഗെയിൻവില്ലയുടെ കട്ടിങ്സ് നട്ട് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല എങ്കിലും ഇപ്പോൾ നഴ്സറികളിൽ ചെന്ന് കഴിഞ്ഞാലും നല്ല പൂക്കൾ നോക്കി നിങ്ങൾക്ക് ബൊഗെയിൻവില്ലാസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നല്ലപോലെ പൂക്കാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ഫോസ്ഫറസും അതുപോലെ പൊട്ടാഷ്യവും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിറയെ പൂക്കും കേട്ടോ. അന്നേരം പൊട്ടാഷ്യവും ഫോസ്ഫറസും ബേസ് ആയിട്ടുള്ള വളം നിങ്ങൾ ബൊഗെയിൻവില്ലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നല്ലതുപോലെ പൂക്കും. അതേപോലെ തന്നെ ഒരുപാട് വെള്ളം കൊടുക്കരുത്. ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇലകളായിരിക്കും ധാരാളം വരുന്നത്, പൂക്കൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബൊഗെയിൻവില്ല എല്ലാവരും നട്ടുപിടിപ്പിക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. അതേപോലെ കുറച്ച് ഫെർട്ടിലൈസറും കൊടുത്താൽ നിറയെ പൂക്കും. അടുത്ത ഒരു ചെടിയെന്ന് പറഞ്ഞാൽ പോയിൻസിറ്റ എന്ന് പറയുന്ന നമ്മുടെ ഈ ചെടിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഡിസംബർ മാസത്തിൽ മാത്രമേ ഇങ്ങനെ ഇത് പൂവാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇലകളുടെ കളറിനൊരു വ്യത്യാസം വരുന്നത് അതാണ് ഈ പോയിൻസിറ്റ. ഇത് കണ്ടോ, ഞാനിപ്പോൾ റെഡ് കാണിച്ചു. ഇതൊരു ശരിക്കും ഒരു ക്രീം കളറ്, പിന്നെ വൈറ്റ്, ഇതിൻ്റെ പിങ്ക് ഞാൻ കാണിക്കാം. ഇതും ഈ ഒരു മാസത്തിൽ ഡിസംബർ ജാനുവരി മാസത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു കളർ വ്യത്യാസം കാണാൻ പറ്റത്തുള്ളൂ. ഇതൊരു ക്ലൈംബർ പ്ലാന്റ് ആണ്. അതായത് നമ്മളൊരു സ്റ്റീലിൻ്റെ നമ്മൾ വെൽഡിങ്ങിൻ്റെയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷമുള്ള ഇതുപോലുള്ള കമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പടർത്തി മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെല്ലിസ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പടർത്തി കയറ്റാൻ പറ്റുന്ന എന്തെങ്കിലും നിയർ ദ കാർ പോർച്ച് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒരു ഫ്രണ്ടിലൊരു വെൽക്കം പോലെ ചെയ്ത് നിൽക്കുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ പേരാണ് ഒരു ഫ്രാഗ്രൻറ്റ് ക്ലമാറ്റിസ് ആയിട്ട്. ഇതൊരു ചെറിയൊരു മണമൊക്കെ ഉണ്ട്. ഇത് മുല്ലപ്പൂ പോലെ തോന്നിക്കും. നല്ല ഒരു ചെടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതും ഈ ഒരു സമയത്ത്, അതായത് ഡിസംബറിൽ നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ്. ഇത് പൂത്ത് കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാതെ ചെടി മുഴുവൻ അങ്ങ് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിനും പൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പൊട്ടാഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇത് പൂക്കുമ്പോൾ ഒരു ബുഷി ആയിട്ടാണ്. ഒത്തിരി പൂക്കൾ നിറയെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിലും ഒത്തിരി പൂക്കളാണ് ഇതിൻ്റെ അകത്ത്. എത്ര എണ്ണി തീർക്കാൻ പറ്റത്തില്ല, അതുപോലെ പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് പിന്നെ വെക്കുമ്പോൾ നല്ല വെട്ടമുള്ളൊരു സ്ഥലത്ത് നോക്കി വേണം ഇത് വെക്കാൻ വിട്ടു. ഒരു ചെറിയൊരു നല്ല മണമൊക്കെ ഉള്ളൊരു ചെടിയാണ് അത് കേട്ടോ. ഈ ചെടിയുടെ പേരാണ് നമ്മുടെ ഓറഞ്ച് ട്രംപറ്റ് വൈൻ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഫ്ലെയിം വൈൻ എന്ന് പറയുന്നൊരു ചെടിയാണിത്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ പൂക്കളുടെ കളർ കണ്ടോ, നല്ല ഓറഞ്ച് കളറിൽ, അതും ഓറഞ്ച് തന്നെ നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഇതും നല്ല വെയിലുള്ള പ്രദേശത്ത് വെക്കണം. അതേപോലെ ഇതിൻ്റെ പൂക്കൾ ഒത്തിരി അട്രാക്റ്റീവാണ് കേട്ടോ. ഇച്ചിരി പൊട്ടാസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിറയെ പൂക്കും. അല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുത്താലും മതി, ചാണകപ്പൊടി, ഇതുപോലുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നല്ലപോലെ പൂക്കുന്ന ഒരു ക്ലൈംബറാണ്. ഇതും ഒരു ക്ലൈംബർ ചെടി തന്നെ കേട്ടോ. സ്കൈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ, അല്ലെങ്കിൽ നമ്മൾ ആകാശ നീല കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ അകത്ത് നിറയെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ, പെട്ടെന്ന് നമ്മളിതിൻ്റെ തൈ വെച്ച് കഴിഞ്ഞാൽ നിറയെ പെട്ടെന്ന് അങ്ങ് പടർന്ന് പിടിക്കും, നിറയെ പൂക്കളുമായിട്ട് നിൽക്കും. പൂക്കളുണ്ടാകും, നല്ല ക്ലസ്റ്റേഴ്സ്, നല്ല കൂട്ടത്തോടു കൂടിയാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ക്ലസ്റ്റർ വൈൻ എന്നുള്ള പേര് കിട്ടിയത്. അതുപോലെ തന്നെ ഇത് ഒരു ചുറ്റും ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കളറും ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള കളറുമായിട്ടാണ്. ഇതിൻ്റെ പൂക്കൾ ഒത്തിരി അട്രാക്റ്റീവാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ. ഇതൊരു ക്ലൈംബറാണ്. നിങ്ങൾക്ക് പടർത്തി മുകളിലേക്ക് കാർ പോർച്ചിൻ്റെയോ മുകളിലോട്ടോ അല്ലെങ്കിലൊക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇതിന് മഴക്കാലത്ത് ഒത്തിരി പൂക്കൾ ഉണ്ടാകത്തില്ല, പക്ഷേങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ നല്ലപോലെ പൂക്കുന്ന ഒരു ചെടിയാണ്.
ഇത് നിങ്ങൾക്കറിയാം മാണ്ടിവില്ല എന്ന് പറയുന്നതിൻ്റെ വൈറ്റ് വെറൈറ്റിയാണിത്. ക്ലൈംബർ തന്നെയാണ്. ഇത് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു സമയം കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു ഡിസംബർ മാസത്തിലാണ് ഈ മാണ്ടിവില്ലയൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കളാണ് ഇങ്ങനെ. ഇതിൻ്റെ ഞാൻ ഒരു നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ബുഷിയായിട്ട് നിർത്തുന്ന ഒരു യെല്ലോയുടെ അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മഞ്ഞ കളറിലുള്ള ഇതിൻ്റെ മാണ്ടിവില്ല എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. മാണ്ടിവില്ല വളരെ നല്ല, ഇതിന് പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റെഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇത് വൈറ്റ് ആണ്, പിന്നെ ഇതിൻ്റെ യെല്ലോ കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്. മാണ്ടിവില്ലയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. ഇത് കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഒരു 3 കമ്പ് വെച്ച് നാട്ടി കൊടുത്തിട്ട് ചുറ്റും കയറ് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ പടർത്തി കയറ്റാൻ പറ്റിയ ഒരു ചെടി. ഇപ്പോൾ ഇത് മിക്ക നഴ്സറികളിലും ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വളരെ കുറച്ച് ചെടികൾ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഡിസംബർ ജാനുവരി മാസത്തിൽ പൂക്കുന്ന കുറേ ചെടികളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.